+1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 3 ട്രിഗണോമെട്രിയിലെ മാർച്ച് 2020 ഇംപ്രൂവ്മെന്റ് 2019 എന്നീ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. മാർച്ച് 2020 ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, tan x equal to -5/12. X lies in second quadrant. Find all trigonometric functions. നമുക്കറിയാം ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആർ sin x, cos x, tan x, sec x, cosec x and cot x. അതിൽ tan x നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള 5 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കണം. tan x equal to, we know, opposite side by adjacent side equal to -5/12. Consider a right angled triangle ABC and this one angle A equal to X. From this we get opposite side equal to 5. Angle X ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് BC ആണ്. BC equal to 5 and adjacent side is AB. AB ആണല്ലോ ആംഗിൾ എക്സിന് അടുത്ത് വരുന്നത്. അപ്പൊ അഡ്ജസന്റ് സൈഡ് 12. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. ആ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് സൈഡ് മാർക്ക് ചെയ്യാം. ഇനി വി നോ പൈത്തഗോറസ് തിയറം. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹിയർ AC സ്ക്വയർ equal to AB square plus BC square. AB is 12. 12 square 144 plus 5 square 25. So 144 plus 25 equal to 169. AC square equal to 169. Then AC equal to 13. അപ്പോൾ AC 13 കിട്ടി. നമുക്കൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ 3 സൈഡ്സും കിട്ടിയാൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും കണ്ടുപിടിക്കാൻ അറിയാം. അപ്പോൾ ഇതേ രീതിയിൽ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെഫിനിഷനിൽ നിന്ന് നിങ്ങൾക്ക് 2 സൈഡ് കിട്ടും. മൂന്നാമത്തെ സൈഡ് പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അതിനുശേഷം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെഫിനിഷൻ യൂസ് ചെയ്താൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും കണ്ടുപിടിക്കാൻ സാധിക്കും. ഫസ്റ്റ് sin x. sin x, what is definition of sin x? Opposite side by hypotenuse, that is 5/13. അപ്പൊ ആദ്യം നമ്മൾ 5/13 എഴുതുക. പിന്നെ x lies in second quadrant. സെക്കൻഡ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത നമുക്കറിയാം. സെക്കൻഡ് ക്വാഡ്രന്റില് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ സൈനില് സൈനും കൊസീക്കും മാത്രം പോസിറ്റീവ്, ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും നെഗറ്റീവ് ആണ്. അപ്പോൾ സൈൻ എക്സും കൊസീക് എക്സും പോസിറ്റീവായിട്ട് എഴുതണം, ബാക്കിയൊക്കെ നെഗറ്റീവ് ആണ്. സൈൻ എക്സ് ഈക്വൽ ടു 5/13. കൊസീക് എക്സ് നമുക്കറിയാം. ഇതെന്ത് ചെയ്താൽ മതി? ഇതിന്റെ റെസിപ്രോക്കൽ ആണ്. കൊസീക് എക്സ് ഈക്വൽ ടു 1/sin x ആണ്. അപ്പോൾ കൊസീക് എക്സ് ഈക്വൽ ടു 13/5. അപ്പൊ സൈൻ കണ്ടാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊസീക് എക്സ് കണ്ടുപിടിക്കാം. അത് നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിന്റെ റെസിപ്രോക്കൽ കണ്ടുപിടിച്ചാൽ മതി. 13/5.
Next, cos x. What is cos x? Cos x equal to adjacent side by hypotenuse. അപ്പോൾ cos x equal to 12/13. സൈനും കൊസീക്കും ഒഴികെ ബാക്കിയൊക്കെ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് 12/13. ഇതേ രീതിയിൽ cos x കിട്ടിയാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് sec x കണ്ടുപിടിക്കാം. ഇതെന്ത് ചെയ്താൽ മതി? ഇത് റെസിപ്രോക്കൽ കണ്ടുപിടിച്ചാൽ മതി. sec x equal to 13/12 നെഗറ്റീവ്. ഇനി റിമെയിൻ ചെയ്യുന്നത് കോട്ടെക്സ് ആണ്. കോട്ടെക്സിന് ടാൻ എക്സിന്റെ റെസിപ്രോക്കൽ ആണ് ഇത് കോട്ടെക്സ്. അപ്പോ -5/12 അതെന്താകും? -12/5. ടാൻ എക്സിന്റെ റെസിപ്രോക്കൽ -12/5. അപ്പൊ ഇതേ രീതിയിലാണ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ തന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ നിന്നും 2 സൈഡ് കിട്ടും. ആ 2 സൈഡിൽ നിന്നും പൈത്തഗോറസ് തിയറം യൂസ് ചെയ്ത് തേർഡ് സൈഡ് കണ്ടുപിടിക്കുക. പിന്നെ നമുക്ക് സൈൻ എക്സ് കിട്ടിയാൽ അതിന് റെസിപ്രോക്കൽ കൊസീക് എക്സ് ആണ്. കോസ് എക്സ് കിട്ടിയാൽ അതിന് റെസിപ്രോക്കൽ സീക് എക്സ് ആണ്. ടാൻ എക്സ് കിട്ടിയാൽ അതിന്റെ റെസിപ്രോക്കൽ കോട്ടെക്സ് ആണ്. സൈൻ എക്സ് ഈക്വൽ ടു opposite side by hypotenuse, cos x equal to adjacent side by hypotenuse, tan x equal to opposite side by adjacent side. അപ്പോൾ ഇതേ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്തൗട്ട് യൂസിങ് ട്രയാങ്കിൾ. അപ്പൊ ഇപ്പൊ നമ്മൾ ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ടല്ലേ കണ്ടുപിടിച്ചത്. അപ്പൊ വിത്തൗട്ട് യൂസിങ് ട്രയാങ്കിൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ sin x minus cos x if tan x equal to 3/4. അപ്പോൾ tan x കിട്ടിയാൽ നമുക്ക് sin x ഉം cos x ഉം കണ്ടുപിടിക്കാം. But tan x equal to 3/4 without using triangle find the value of this one. അപ്പോൾ sin x plus cos x by sin x minus cos x. Tan x, we know that tan x equal to sin x by cos x. അപ്പൊ എന്ത് ചെയ്യണം? ഈ 4 ടേമിനെയും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് വാല്യൂല് വ്യത്യാസം ഉണ്ടാകില്ല. അപ്പോൾ സൈൻ എക്സ് ബൈ കോസ് എക്സ്, കോസ് എക്സ് ബൈ കോസ് എക്സ്, സൈൻ എക്സ് ബൈ കോസ് എക്സ്, കോസ് എക്സ് ബൈ കോസ് എക്സ്. അപ്പൊ സൈൻ എക്സ് ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്താലാണ് കോസ് എക്സ് കിട്ടുക. അപ്പോൾ നമുക്കത് ഓർമ്മ വരണം. അപ്പൊ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണ്? ടാൻ എക്സ്. കോസ് എക്സ് ബൈ കോസ് എക്സ് 1. സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ്. കോസ് എക്സ് ബൈ കോസ് എക്സ് 1. Then substitute the value of tan x in this one. We get 3/4 plus 1 divided by 3/4 minus 1. 3/4 plus 1 is 3 plus 4 divided by 4, that is 7/4. 3/4 minus 1 no? 3 minus 4 divided by 4. 3 minus 4 minus 1 minus 1/4. But 3/4 3 plus 4 7/4. 3 minus 4 minus 1/4. 4 and 4 cancel. We get 7 by minus 1, that is minus 7. We get minus 7. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ കോസ് എക്സും 1 ആയി മാറും. ഇവിടെ സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആകും. അപ്പൊ ഈ വാല്യൂ ഇവിടെയും അപ്ലൈ ചെയ്താൽ വി ഗെറ്റ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് സൈൻ 5x പ്ലസ് സൈൻ 3x divided by cos 5x plus cos 3x equal to tan 4x. നമുക്ക് ഫോർമുല അറിയാം. സൈനിന്റെയും കോസിന്റെയും സമ്മും ഡിഫറൻസും. സൈൻ സി പ്ലസ് സൈൻ ഡി ഈക്വൽ ടു 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. അപ്പോൾ സൈൻ സി പ്ലസ് ഡി ഫസ്റ്റ് സൈൻ പിന്നെ കോസ്. ഇനി കോസ് സി പ്ലസ് കോസ് ഡി 2 കോസ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2.
ഇപ്പൊ കോസിന്റെ ഫോർമുലയിൽ രണ്ടും കോസ് തന്നെയാണ്, അതായത് സമ്മിലും ഡിഫറൻസിലും കോസ് തന്നെയാണ് വരിക. സൈനിന്റെ സമ്മില് ഫസ്റ്റ് സൈൻ കോസ് ആൻഡ് സൈനിന്റെ ഡിഫറൻസ് ആണെങ്കിൽ ഫസ്റ്റ് കോസ് പിന്നെ സൈൻ. ഈ രീതിയിലാണ് വരുന്നത്. അപ്പൊ ഈ ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിയുടെ സ്ഥാനത്ത് 5x, ഡിയുടെ സ്ഥാനത്ത് 3x. അപ്പോ 2 സൈൻ 5x പ്ലസ് 3x ബൈ 2 കോസ് 5x മൈനസ് 3x ബൈ 2 ഡിവൈഡഡ് ബൈ കോസിന്റെ സം, രണ്ടും കോസ് ആണ്. അപ്പോൾ 2 കോസ് 5x പ്ലസ് 3x ബൈ 2 കോസ് 5x മൈനസ് 3x ബൈ 2. ദെൻ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 5x പ്ലസ് 3x 8x, 8x ബൈ 2 4x കിട്ടും. 5x മൈനസ് 3x 2x, 2x ബൈ 2 2 2 ക്യാൻസൽ ചെയ്താൽ x കിട്ടും. അപ്പൊ ഇവിടെ 8 ബൈ 2 4 കിട്ടും. ഇവിടെ 2 ബൈ 2 x 1 ആയതുകൊണ്ട് x കിട്ടും. അപ്പോ 2 2 കട്ട് ചെയ്താൽ സൈൻ 4x കോസ് x ഡിവൈഡഡ് ബൈ കോസ് 4x കോസ് x. കോസ് x ആൻഡ് കോസ് x ക്യാൻസൽ. സൈൻ 4x ബൈ കോസ് 4x. സൈൻ ബൈ കോസ് ടാൻ അല്ലേ, അപ്പൊ ഈക്വൽ ടു ടാൻ 4x. അപ്പോ ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സൈനിന്റെ സമ്മും കോസിന്റെ സമ്മും പിന്നെ വേണമെങ്കിൽ സൈനിന്റെ ഡിഫറൻസ് കോസിന്റെ ഡിഫറൻസ് ചോദിക്കാം. അത് പഠിച്ചു വെക്കേണ്ടത് സൈനിന്റെ സൈൻ സി പ്ലസ് സൈൻ ഡി 2 സൈൻ കോസ് ആണ്. സൈൻ സി മൈനസ് സൈൻ ഡി 2 കോസ് സൈൻ ആണ്. കോസിന്റെ ഫോർമുലയിൽ രണ്ടും കോസ് ആണ്. ഇനി കോസിന്റെ ഡിഫറൻസിൽ രണ്ടും സൈൻ ആണ്, പക്ഷെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവും. നെഗറ്റീവ് ആകെ ഒന്നിലേ ഉള്ളൂ കോസിന്റെ ഡിഫറൻസിൽ, അത് നെഗറ്റീവ് ആണ്, രണ്ടും സൈൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് പ്രിൻസിപ്പൽ ആൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് cosec x ഈക്വൽ ടു -2. നമ്മൾ പ്രിൻസിപ്പൽ ജനറൽ സൊല്യൂഷൻ സൈൻ കോസ് ടാൻ ഇതിലാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പൊ cosec x ഈക്വൽ ടു -2 ഫ്രം ദിസ് വി ഗെറ്റ് sin x ഈക്വൽ ടു 1 ബൈ cosec x. അപ്പൊ sin x ഈക്വൽ ടു -1/2. ഇതിന്റെ റെസിപ്രോക്കല് -1/2. അപ്പൊ നമുക്ക് എക്സ് വൈ ആക്സിസ് സൈൻ നെഗറ്റീവ് ആകുന്നത് എവിടെയാ? തേർഡിലും ഫോർത്തിലുമാണ്. തേർഡിലും ഫോർത്തിലുമാണ് സൈൻ എക്സ് നെഗറ്റീവ് ആകുന്നത്. തേർഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും. അപ്പൊ ഇതേ രീതിയിൽ പ്രിൻസിപ്പൽ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ആകുന്നതും നെഗറ്റീവ് ആകുന്നതും ക്വാഡ്രന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ സൈൻ നെഗറ്റീവ് ആകുന്നത് തേർഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലുമാണ്. ഫസ്റ്റിലും സെക്കൻഡിലും സൈന് പോസിറ്റീവ് ആണ്. ആൻഡ് ദെൻ സൈൻ എക്സ് ഈക്വൽ ടു 1/2 പോസിറ്റീവ്. സൈൻ എക്സ് 1/2 ആകുന്നത് എക്സ് 30 ഡിഗ്രി ദാറ്റ് ഈസ് π/6 ആണ്. ടേബിൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൈൻ എക്സ് 1/2 ആകുന്നത് എക്സ് ഈക്വൽ ടു 30 ഡിഗ്രി ഓർ π/6 ആണ്. അപ്പോ സൈൻ എക്സ് പോസിറ്റീവ് ആകുന്ന വാല്യൂ കണ്ടുപിടിച്ച് തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ എന്താ പൈ പ്ലസ് π/6. ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ 2π മൈനസ് π/6. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ ആ വാല്യൂ തന്നെയാണ്, ആ ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ തന്നെയാണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ 180 നിന്ന് മൈനസ് ചെയ്താലല്ല സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് പോവുക. അപ്പൊ പൈ മൈനസ് ടേബിൾ വാല്യൂ. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ പൈ പ്ലസ് ടേബിൾ വാല്യൂ. ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ 2π മൈനസ് ടേബിൾ വാല്യൂ. ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ തേർഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് 180 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ പൈ പ്ലസ് π/6. ഹിയർ 2π മൈനസ് π/6. ഹെൻസ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 0 മുതൽ 2π വരെയുള്ള ഇന്റർവെല്ലിലുള്ള സൊല്യൂഷൻസിനെയാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് എന്ന് പറയാം. രണ്ട് സൊല്യൂഷൻ ഉണ്ടായിരിക്കും.
0 മുതൽ 2π വരെ. അപ്പൊ ഇവിടെ തേർഡ് ക്വാഡ്രന്റിലെയും ഫോർത്ത് ക്വാഡ്രന്റിലെയും ഓരോ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ π പ്ലസ് π ബൈ 6 എത്രയാ? 6π പ്ലസ് π 7π ബൈ 6. 2π മൈനസ് π ബൈ 6 6 into 2 12π മൈനസ് π 11π ബൈ 6. അപ്പൊ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ 7π by 6 and 11π by 6. Next find general solution. Sin x equal to minus 1 by 2. അപ്പൊ ഇതിലത്തെ ഫസ്റ്റ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എടുക്കുക. അപ്പൊ എത്ര കിട്ടുക? sin x equal to sin 7π by 6. ആ ഫസ്റ്റ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഇവിടെ അപ്ലൈ ചെയ്യുക. sin x എല്ലാ ക്വസ്റ്റ്യൻ വന്നാലും അങ്ങനെ ചെയ്യേണ്ടത്. sin x equal to sin 7π by 6. We know that the general solution is sin x equal to sin y ആണെങ്കിൽ general solution is x equal to n pi plus minus 1 whole raised to n into y. n belongs to z. General solution പഠിച്ചു വെക്കുക. n pi plus minus 1 whole raised to n y. Here x equal to x sin y. y equal to 7π by 6. ഇതിന് y-യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ x ഈക്വൽ ടു n പൈ പ്ലസ് മൈനസ് 1 ഹോൾ റേസ് ടു n ഇൻറ്റു 7π by 6. അപ്പോൾ ഈ ഫസ്റ്റ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ yക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ജനറൽ സൊല്യൂഷൻ. അപ്പോൾ ഇത് എല്ലാ ഇയറിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് വൃത്തിയിൽ പഠിച്ചു വെക്കുക. ഫസ്റ്റ് ഏത് പോസിറ്റീവ് ആവുന്ന ക്വാഡ്രന്റ് ടിക്ക് ചെയ്യുക. നെഗറ്റീവ് ആവുന്ന ക്വാഡ്രന്റ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ ടേബിൾ വാല്യൂ ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ പൈ മൈനസ് നമുക്ക് കിട്ടുന്ന വാല്യൂ, ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ പൈ പ്ലസ് ടേബിൾ വാല്യൂ. ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ 2π മൈനസ് ടേബിൾ വാല്യൂ. അങ്ങനെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കിട്ടി. പിന്നെ ജനറൽ സൊല്യൂഷനിൽ ആ ഫസ്റ്റ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ജനറൽ സൊല്യൂഷനും കിട്ടും. നെക്സ്റ്റ് ഇംപ്രൂവ്മെന്റ് 2019 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ദ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ആർ റേഷ്യോ 4:2:3. എക്സ്പ്രസ് ദ ആംഗിൾസ് ഓഫ് ദ ട്രയാംഗിൾ ഇൻ ഡിഗ്രി മെഷർ ആൻഡ് റേഡിയൻ മെഷർ. Second, find out tan 2019 pi minus x. First, angles are in the ratio 4:2:3. First, add this one. 4 plus 2 plus 3 equal to 9. But total 9 portions ആണ്. അതിൽ 4 parts first angle 2 and 3. അതെങ്ങനെ കണ്ടുപിടിക്കുക? ആംഗിൾ ടോട്ടൽ ആംഗിൾ ഈക്വൽ ടു 180 നമുക്കറിയുന്നതാണ്. അപ്പൊ 180യുടെ 4/9 ആണ് ഫസ്റ്റ് ആംഗിൾ. അല്ല, ഇവിടെ 4 ടോട്ടൽ 9. അപ്പൊ 180/9 എത്രയാ? 20. അപ്പൊ 180 ടോട്ടൽ ആംഗിൾ 180 ഡിവൈഡ് ബൈ ടോട്ടൽ പോർഷൻസ് 9 ആണ്. അപ്പൊ 180/9 ഈക്വൽ ടു 20. നെക്സ്റ്റ് അതിന്റെ 4 പാർട്സ് ഫസ്റ്റ് ആംഗിളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് 20 into 4. നെക്സ്റ്റ് 20 into 2. നെക്സ്റ്റ് 20 into 3. 20 into 4 80 ഡിഗ്രി. 20 into 2 40 ഡിഗ്രി. 20 into 3 60 ഡിഗ്രി. അപ്പൊ ടോട്ടൽ 4 plus 2 plus 3 കണ്ടുപിടിക്കുക. 180 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഈക്വൽ ടു 20 കിട്ടും. പിന്നെ 20നെ ഈ നമ്പേഴ്സ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ ആംഗിൾസ് ഓഫ് ദി ട്രയാംഗിൾസ് കിട്ടും. നെക്സ്റ്റ് എക്സ്പ്രസ് ദീസ് വൺ ഇൻ റേഡിയൻ മെഷർ. ഹൗ ക്യാൻ വി കൺവേർട്ട് ഡിഗ്രി ഇൻ ടു റേഡിയൻ മെഷർ? മൾട്ടിപ്ലൈ ബൈ പൈ ബൈ 180. Therefore 80 pi by 180, 40 pi by 180, 60 pi by 180. 80 by 180, 0 കട്ട് ചെയ്യുക. 8 by 18, 2 കട്ട് ചെയ്താൽ എത്ര കിട്ടുക? 4/9.
അപ്പൊ 4/9 pi. Here 2/9 pi. 66/18 1/3 ആണ്. അപ്പോ pi/3. ഇപ്പൊ റേഡിയനിൽ കിട്ടുന്നത് 4pi/9 2pi/9 pi/3. അതായത് pi/180 കൊണ്ട് ഡിഗ്രി മെഷറിനെ മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ നമുക്ക് കട്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. tan 2019 pi minus x. അപ്പൊ നമുക്ക് പൈയുടെ ഇത് 1 pi, ഒരു റൗണ്ട് ഇവിടെ എത്തുമ്പോൾ 1 pi, 2 pi, പിന്നെ 3 pi, 4 pi, 5 pi. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുക, ഇവിടെ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് കടക്കുന്ന ഇവിടെ നമുക്ക് ഈവൺ മൾട്ടിപ്പിളും ഇവിടെ കിട്ടുന്നത് ഓഡ് മൾട്ടിപ്പിളും ആണ്. അപ്പൊ ഇവിടെ ഓഡ് മൾട്ടിപ്പിൾ അല്ലേ, 2019 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. അപ്പൊ ഓഡ് മൾട്ടിപ്പിൾ ആകുമ്പോൾ ഇവിടെയാണ് 1 pi, 3 pi, 5 pi അങ്ങനെ വരുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മളുടെ 2019 pi വരുന്നത്. അപ്പൊ അതിൽ നിന്നും മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റ് ആയിരിക്കും? സെക്കൻഡ് ക്വാഡ്രന്റ് ആയിരിക്കും. മൈനസ് എക്സ് വാല്യൂ. അപ്പൊ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ എന്ന് പറയുന്നത് ഇവിടെ ഈ 180ന്റെ ഈ പൊസിഷനിലായിരിക്കും. അതിൽ നിന്ന് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആയിരിക്കും. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ ടാനിന്റെ സൈൻ എന്താ? നെഗറ്റീവ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലുമാണ് ടാൻ പോസിറ്റീവ് ആകുന്നത്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ ടാൻ നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ ഈസ് മൈനസ് ടാൻ എക്സ്. 2018 ആണെങ്കിൽ ഇവിടെ 18 വരുന്നതെങ്കിൽ ഇവിടെയാണ് വരിക. അപ്പോഴും ഫോർത്ത് ക്വാഡ്രന്റിൽ എന്താണ് വരുന്നത്? നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പൊ ഏത് ക്വാഡ്രന്റിലാണെങ്കിലും, ഇതത് ഈ സെക്കൻഡ് ആണെങ്കിലും ഫോർത്ത് ആണെങ്കിലും ടാൻ വരുന്നത് നെഗറ്റീവ് ടാൻ എക്സ് ആണ്. Prove that sin square 8x minus sin square 4x equal to sin 12x into sin 4x. ഇപ്പൊ നമ്മ ഒരു പ്രോബ്ലം ചെയ്തതാണ്. We know that a square minus b square equal to a plus b into a minus b. അപ്പൊ ആ സ്ക്വയർ ഒഴിവാക്കി എത്ര കിട്ടുക? sin 8x plus sin 4x sin 8x minus sin 4x. അപ്പൊ a plus b into a minus b. സൈനിന്റെ സം ഫോർമുല നമ്മൾ നേരത്തെ ചെയ്തതാണ്. 2 sin cos. അപ്പോൾ 2 sin 8x plus 4x by 2 cos 8x minus 4x by 2. സൈനിന്റെ ഡിഫറൻസ് ഇതേ ഫോർമുല തന്നെയാണ്. ഇവിടെ കോസ് വരും, ഇവിടെ സൈൻ വരും. അപ്പോൾ 2 cos 8x plus 4x by 2 sin 8x minus 4x by 2. അപ്പൊ സൈനിന്റെ സമ്മില് സൈൻ കോസ്, സൈനിന്റെ ഡിഫറൻസില് കോസ് സൈൻ. 8 plus 4 12, 12 by 2 6 വരും. 8 minus 4 4, 4 by 2 2 വരും. അപ്പോ 2 sin 6x cos 2x, 2 cos 6x sin 2x. ഇത് നമുക്ക് 2 sin a cos a sin 2a ആണ്. അതുകൊണ്ട് നമുക്ക് 2 sin തീറ്റ cos തീറ്റ ഫോമിൽ എഴുതിയാൽ എന്താ കിട്ടുക? 2 sin 6x cos 6x. അതൊരു പെയറായിട്ട് എഴുതാം. 2 sin 2x cos 2x രണ്ടാമത്തെ പെയറായിട്ട് എഴുതാം. അപ്പൊ 2 sin തീറ്റ cos തീറ്റ എന്ന് പറഞ്ഞാൽ sin 2 തീറ്റയാണ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? sin 2 into 6 12x into sin 2 into 2 4x. അപ്പോൾ ഇതിൽ ആദ്യം a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ എഴുതുക. സൈനിന്റെ സമ്മ് 2 സൈൻ കോസ്, സൈനിന്റെ ഈ ഡിഫറൻസ് വരുന്നത് 2 കോസ് സൈൻ. 8 പ്ലസ് 4 12 by 2 6, 8 minus 4 4 by 2 2 വരും. സൈൻ 6x cos 6x 2 കൂടി ഉണ്ട്. അപ്പോൾ സൈൻ 2 into 6 12x
സൈൻ 2x കോസ് 2x 2 into 2 സൈൻ 4x. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For any triangle ABC, prove that a plus b by c equal to cos a minus b by 2 by sin c by 2. We know that sine formula, sine law. What is sine law? A by sin a equal to b by sin b equal to c by sin c equal to k. From this we get a equal to k sin a, b equal to k sin b, c equal to k sin c. അപ്പോൾ a plus b by c സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? a plus a k sin a plus k sin b by k sin c. അപ്പൊ a എന്ന് പറഞ്ഞാൽ k sin a, b k sin b, c k sin c. k കട്ട് ചെയ്താൽ sin a plus sin b by sin c. ഇവിടെ നമുക്ക് ആ ഫോർമുല തന്നെ അപ്ലൈ ചെയ്യേണ്ടത്. സൈനിന്റെ സമ്മ് 2 സൈൻ കോസ് 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2 ഡിവൈഡഡ് ബൈ ഇപ്പൊ പറഞ്ഞ സൈൻ 2 തീറ്റ എന്താണ്? 2 സൈൻ തീറ്റ കോസ് തീറ്റ അല്ലേ? ഇവിടെ സൈൻ സി ആണ്. അപ്പോൾ 2 തീറ്റ തീറ്റ ആവുന്നത്. അപ്പൊ സി എന്താകും? അതിന്റെ പകുതി സി ബൈ 2 ആകും. അപ്പൊ 2 സൈൻ സി ബൈ 2 കോസ് സി ബൈ 2 2 തീറ്റ തീറ്റ. അപ്പോ സി എന്താകും? സി ബൈ 2. നെക്സ്റ്റ്, വാട്ട് ഈസ് സം ഓഫ് ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 180. അപ്പൊ എ പ്ലസ് ബി ഈക്വൽ ടു 180 മൈനസ് സി ഡിവൈഡ് ബൈ 2. 180 ബൈ 2 90. 90 മൈനസ് സി ബൈ 2 ആണ് ഏത് വരിക? എ പ്ലസ് ബി ബൈ 2. എ പ്ലസ് ബി പ്ലസ് സി 180 ആണ്. അപ്പൊ എ പ്ലസ് ബി 180 മൈനസ് സി 180 ബൈ 2 90 മൈനസ് സി ബൈ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ്. സൈൻ 90 മൈനസ് സി ബൈ 2. 90 വരുമ്പോൾ സൈൻ 90 മൈനസ് തീറ്റ എന്താ? കോസ് തീറ്റ ആണ്. അപ്പൊ 2 കോസ് സി ബൈ 2. സൈൻ 90 വരുമ്പോൾ സൈൻ കോസിലേക്ക് ചേഞ്ച് ചെയ്യും. ഈ 2ഉം 2ഉം കട്ട് ചെയ്തു. അപ്പൊ ഇത് സൈൻ എ പ്ലസ് ബി ബൈ 2 എന്നുള്ളത് 90 ആയതുകൊണ്ട് കോസ് സി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ സി ബൈ 2 ഇൻറ്റു കോസ് സി ബൈ 2. കോസ് സി ബൈ 2 ആൻഡ് കോസ് സി ബൈ 2 ക്യാൻസൽ. ഫൈനലി വി ഗെറ്റ് a plus b by c equal to cos a minus b by 2 divided by sin c by 2. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ സ്മോൾ ലെറ്റർ എ ബി സി, എ ആണെങ്കിൽ കെ സൈൻ എ, ബി ആണെങ്കിൽ കെ സൈൻ ബി, സി ആണെങ്കിൽ കെ സൈൻ സി. കെ കട്ട് ചെയ്ത് സൈൻ എ പ്ലസ് സൈൻ ബിയുടെ ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പൊ എ പ്ലസ് ബി ആണെങ്കിൽ 180 മൈനസ് സി ആണ്. അപ്പോ 90 ആയതുകൊണ്ട് സൈൻ കോസ് സി ബൈ 2. താഴെ മുകളിലുള്ള കോസ് സി ബൈ 2 കട്ട് ചെയ്താൽ കിട്ടുന്നതാണ് ആൻസർ. അപ്പൊ കഴിഞ്ഞ 2020 ചോദിച്ചാണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ജനറൽ ആൻഡ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഓഫ് ദ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സൈൻ എക്സ് ഈക്വൽ ടു √3/2. അവിടെ ചോദിച്ചത് നെഗറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്. സൈൻ എക്സ് ഈക്വൽ ടു √3/2. നമുക്കറിയാം സൈൻ √3/2 വരുന്നത് സൈൻ π/3 60 ഡിഗ്രിയിലാണ്. പോസിറ്റീവ് വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലുമാണ്. നമ്മൾ നേരത്തെ ചെയ്തത് തേർഡും ഫോർത്തും ആയിരുന്നില്ലേ നെഗറ്റീവ് വരുന്നത്. അപ്പൊ ഫസ്റ്റിലും സെക്കൻഡിലുമാണ് സൈൻ പോസിറ്റീവ് വരുന്നത്. √3/2 വരുന്നത് 60 ഡിഗ്രി π/3. അപ്പോ ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് π/3. സെക്കൻഡ് ക്വാഡ്രന്റ് നേരത്തെ പറഞ്ഞാണ് എന്താണ്? π മൈനസ് π/3. π മൈനസ് π/3 എത്രയാ? 3π മൈനസ് π 2π/3. അപ്പൊ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ π/3 ആൻഡ് 2π/3. ഇനി ഇത് നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും?
പൈ പ്ലസ് പൈ ബൈ 3യും 2π മൈനസ് പൈ ബൈ 3 ആയിരിക്കും. വളരെ ഈസിയാണ്. ആ ടേബിൾ പഠിച്ചു വെച്ചാൽ മതി. 60 ആണോ 30 ആണോ 45 ആണോ എന്ന് പഠിച്ചാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ ടേബിൾ വാല്യൂ, സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ പൈ മൈനസ് ടേബിൾ വാല്യൂ, തേർഡ് വൺ പൈ പ്ലസ് ടേബിൾ വാല്യൂ, ഹിയർ 2π മൈനസ് ടേബിൾ വാല്യൂ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് പൈ ബൈ 3 തന്നെ, സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് പൈ മൈനസ് പൈ ബൈ 3, ദാറ്റ് ഈസ് 2π ബൈ 3. ഇനി നമ്മൾ ജനറൽ സൊല്യൂഷൻ നമ്മൾ നേരത്തെ പഠിച്ചാണ്. സൈൻ എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ടേബിൾ വാല്യൂ എഴുതുക. സൈൻ പ്രിൻസിപ്പൽ സൊല്യൂഷൻ സൈൻ പൈ ബൈ 3. ജനറൽ സൊല്യൂഷൻ ഈസ് എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് 1 ഹോൾ റേസ് ടു എൻ ഇൻറ്റു വൈ. ഹിയർ വൈ ഈക്വൽ ടു പൈ ബൈ 3. അപ്പോൾ എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് 1 ഹോൾ റേസ് ടു എൻ പൈ ബൈ 3. ദിസ് ഈസ് ജനറൽ സൊല്യൂഷൻ. ഇത്രയാണ് 2 ഇയറിലെ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. താങ്ക് യു.